ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജെയിൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. കായ്പോള വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പഴവും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത പഴമാണ്, ഒരുപാടങ്ങ് പഴുത്തു പോയിട്ടില്ല, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇതിനെ 4 ചീന്തായിട്ട് കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത്. ഇതുപോലെ 4 കീറാക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണിത്. മാത്രമല്ല മുട്ടയും പഴമായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. നമുക്ക് എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള 2 കൂടി നമുക്ക് കട്ട് ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓയിൽ മുക്കി പൊരിച്ചെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് യെല്ലോ കളർ ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇട്ടിട്ട് ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട, അപ്പോൾ നമ്മുടെ പോളയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതും ഞാൻ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 4 പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളറാകുന്നത് വരെ വെക്കുകയാണ്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ പഴം മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 5-8 ബദാം ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഡാർക്കായി പോവണ്ട, ഈ ഒരു കണക്കിൽ മതി. അപ്പോൾ ഇതുകൂടി കടിക്കാൻ കിട്ടുമ്പോൾ കായ്പോളക്ക് നല്ലൊരു ടേസ്റ്റ് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം കാഷ്യൂനട്ടും യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതിലേക്ക് ബദാമാണ്. ഇപ്പോൾ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 4 പഴത്തിന് 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ 3 പഴമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 3 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മുട്ട കൂടിപ്പോയാൽ ഇതിന് വലിയൊരു ടേസ്റ്റ് കിട്ടില്ല. പഴവും മുട്ടയും ഏകദേശം ഒരേ അളവിൽ നിൽക്കണം, അപ്പോഴാണ് നമ്മുടെ കായ്പോളക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ 4 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് നല്ലോണം മുൻതൂക്കം പഞ്ചസാര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും കൂടിപ്പോയത്, ഒരു പിഞ്ച് മാത്രം മതി. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡറൊക്കെ കറക്റ്റ് അളവിന് തന്നെ എടുക്കുക, ഒരുപാട് കൂടി പോവേണ്ട. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. ഒരുപാടങ്ങ് പതഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് പഴുക്കാത്ത പഴമാണ്, സോഫ്റ്റ് അല്ലാത്ത ക്രിസ്പി ആയിട്ട് കിട്ടുന്ന പഴമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക. അതിന് ശേഷം നമ്മൾ പോള തയ്യാറാക്കിയാൽ മതി. അപ്പോഴായിരിക്കും കൂടുതൽ നന്നായി വരിക. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്ത പഴമുണ്ട്, ഇങ്ങനെ എനിക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക, ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം.
ഈ പഴം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാം കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വരെ, ഏകദേശം 30 മിനിറ്റാണ്, 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾ ഇത് ചെറിയ ഫ്ലെയിം ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടിയിലൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെച്ചതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കുക്കായോ നോക്കാം. നമുക്കിതൊരു നൈഫ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഏകദേശം കുക്കായിട്ടുണ്ടെങ്കിലും മേൽഭാഗം കുറച്ചുകൂടി ആവാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലായിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് പെർഫെക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നിൽക്കുന്നുണ്ട്. ഒരു നൈഫ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് നൈഫ് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത് കുക്കായി എന്നാണ് അർത്ഥം. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.